നമസ്കാരം. +2 ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ പൊട്ടൻഷ്യോമീറ്റർ എന്നൊരു ഡിവൈസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടതാണ് 1 മീറ്റർ നീളമുള്ള യൂണിഫോം ക്രോസ് സെക്ഷനുള്ള വയർ ഒരു വുഡൻ ബോർഡിൽ സ്ട്രെച്ച് ചെയ്തതാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന അപ്പാരറ്റസ്. അതേ മോഡലിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 മീറ്റർ ലോങ് വയറാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, എ 10 മീറ്റർ ലോങ് വയർ സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഈ വുഡൻ ബോർഡിൽ ദിസ് ഇസ് 1 ടെർമിനൽ മീൻ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് ടെർമിനൽ. ഈ 2 ടെർമിനൽസിൻ്റെ ഇടയിൽ ഓരോ മീറ്റർ നീളമുള്ള 10 റോസ് ആണുള്ളത്. ഓക്കെ, ഇവിടെ മുതൽ ഈ എൻഡ് വരെ 1 മീറ്ററാണ് വയറിൻ്റെ നീളം. അങ്ങനെ 10 മീറ്റേഴ്സ് നീളമുള്ള വയർ ഈ ബോർഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, പിന്നെ 3rd റോ ഇങ്ങനെ, നെക്സ്റ്റ് 4th റോ, ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ ദി EMFs ഓഫ് 2 സെൽസ്. ഇപ്പോൾ 2 സെല്ലുകൾ നമുക്കുണ്ടെങ്കിൽ E1 E2 ഇങ്ങനെ 2 സെല്ലുകളുണ്ടെങ്കിൽ അതിൻ്റെ EMF കമ്പയർ ചെയ്യാനാണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 മീറ്റർ ലോങ് വയർ ഓഫ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓൺ എ വുഡൻ ബോർഡ്. ആൻഡ് ഈ ഡിവൈസ് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ യൂഷ്വലി വി യൂസ് സ്റ്റഡി കറൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റാണ് പൊട്ടൻഷ്യോമീറ്ററിലൂടെ എപ്പോഴും പാസ് ചെയ്യുക. ഇനി അതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, സപ്പോസ് RCM ഡിനോട്ട്സ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ വയർ. പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ യൂണിറ്റ് ലെങ്തിൽ, അതായത് 1 സെൻറ്റിമീറ്റർ ലോങ് വയറിൻ്റെ റെസിസ്റ്റൻസ് RCM ആണെന്ന് വിചാരിക്കുക. വി യൂഷ്വലി യൂസ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയേഴ്സ്. നിക്രോം അല്ലെങ്കിൽ മാംഗനീൻ പോലുള്ള റെസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് RCM എന്ന് വിചാരിക്കുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. See this circuit diagram. ഇതിൽ we use potentiometer with wire AB. അപ്പോൾ A ആണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, B എൻഡിങ് പോയിൻറ്റ്. അപ്പോൾ ഇതിൽ 10 റോസ് ഞാൻ കാണിച്ചിട്ടില്ല. ഫോർ കൺവീനിയൻസ് ഐ ഹവ് ടേക്കൺ ജസ്റ്റ് 4 റോസ്. അപ്പോൾ ഈ AB എന്നുള്ള വയർ, ഇറ്റ് റെപ്രസെൻറ്റ്സ് 10 മീറ്റർ ലോങ് പൊട്ടൻഷ്യോമീറ്റർ വയർ. ഓക്കെ, ഇനി ഇതിൽ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാം, A is connected to cell E, then RH റിയോസ്റ്റാറ്റ്, കീ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഓക്കെ, ഇത് നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്നാണ് പറയുക. ഈ റിയോസ്റ്റാറ്റ്, കീ. ഈ ഒരു ഭാഗം, സർക്യൂട്ടിൻ്റെ ഈ ഭാഗം, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെൻഡ് സ്റ്റഡി കറൻറ്റ് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം, ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. So, okay, that is primary circuit. So, primary circuit, what is the purpose of using primary circuit? Primary circuit is used to send steady current through the potentiometer wire. Potentiometer വയറിലൂടെ ഒരു സ്റ്റഡി കറണ്ട് പാസ് ചെയ്യാനാണ് പ്രൈമറി സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിൻ്റെ റിമൈനിങ് പാർട്ടാണ് നമ്മൾ സെക്കൻഡറി സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഭാഗം, സർക്യൂട്ടിൻ്റെ ഈ ഭാഗമാണ് സെക്കൻഡറി സർക്യൂട്ട് എന്നറിയപ്പെടുന്നത്. ഈ സർക്യൂട്ടിൽ വി ഹാവ് അനദർ സെൽ E1, ദെൻ ഗാൽവനോമീറ്റർ G. ഗാൽവനോമീറ്റർ ഒരു ജോക്കി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗാൽവനോമീറ്റർ ജോക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. മീറ്റർ ബ്രിഡ്ജിൽ ജോക്കി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ലൈഡിംഗ് കോണ്ടാക്ട്. ഗാൽവനോമീറ്റർ ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറൻറ്റ്. അപ്പോൾ ഈ സെക്കൻഡറി സർക്യൂട്ടിലാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ, ഫോർ വിച്ച് പർപ്പസ് വി ആർ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ത് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ സെക്കൻഡറി സർക്യൂട്ട് ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ ഏത് കാര്യത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ സർക്യൂട്ടിൽ സെക്കൻഡറി സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ സെൽ ഓഫ് E1 ആൻഡ് ഗാൽവനോമീറ്റർ, ദെൻ യു ഹാവ് എ ജോക്കി. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരാം. So using primary circuit, we are sending steady current through the potentiometer wire, right? So a potentiometer wire between any 2 points there exists a potential difference. Okay, that is between point A and J. അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. എന്താ കാരണം? ആ വയറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആ പാസ് ചെയ്യുന്ന കറണ്ടിനനുസരിച്ചിട്ടുള്ള V = IR എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അത്രയും ലെങ്തിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ബിറ്റ്വീൻ എനി 2 points ഓൺ ദി പൊട്ടൻഷ്യോമീറ്റർ വയർ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V = IR. നമ്മൾ ഓംസ് ലോയിൽ പഠിച്ച പോലെ ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ബിറ്റ്വീൻ എനി 2 points ഇറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ബിറ്റ്വീൻ പോയിൻറ്റ്സ് A ആൻഡ് J നമുക്കവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് E1, അതേപോലെ തന്നെ എയ്ക്കും ജെയ്ക്കും ഇടയിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാവും. സി എപ്പോഴാണ് വെൻ ഡു യു ഹാവ് എ കറൻറ്റ് ഫ്ലോ? നമുക്കറിയാം whenever there exists a potential difference, അല്ലേ? And between 2 points if you have a current flow, that means there exists a potential difference between those 2 points. അപ്പോൾ ഏതെങ്കിലും 2 പോയിൻറ്റ്സിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വി ഗെറ്റ് എ കറൻറ്റ് ഫ്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ജോക്കി സ്ലൈഡ് ചെയ്യുമ്പോൾ ഇഫ് ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ദാറ്റ് മീൻ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദി ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന 2 പോയിൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കൂ. ഒന്ന് പൊട്ടൻഷ്യോമീറ്റർ വയറിലാണ് ഗാൽവനോമീറ്ററിൻ്റെ ഒരു ടെർമിനൽ ഉള്ളത്. ഗാൽവനോമീറ്ററിൻ്റെ രണ്ടാമത്തെ ടെർമിനൽ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി സെൽ, അല്ലേ? സെല്ലിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ കറൻറ്റ് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ, ഓർ ദ 2 terminals of the galvanometer are not at the same potential, or there exists a potential difference. ഓക്കെ, അതാണ് ഗാൽവനോമീറ്ററിലൂടെയുള്ള ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ ഷോസ് ദാറ്റ് there is a current passing through the galvanometer, or there exists a potential difference between the 2 points of the galvanometer. Suppose when jockey is at J, galvanometer shows 0 deflection. ജോക്കി ജെയിൽ കോണ്ടാക്റ്റിൽ നിൽക്കുമ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷനാണ് കാണിക്കുന്നതെന്ന് വിചാരിക്കാം. If galvanometer shows 0 deflection, that means there is no current passing through the galvanometer. കറണ്ട് പാസ് ചെയ്യുന്നില്ല. 0 ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നോ കറണ്ട് ഇസ് പാസ് ത്രൂ ദി ഗാൽവനോമീറ്റർ. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഗാൽവനോമീറ്ററിൻ്റെ 2 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിൻറ്റ് is same as the potential at this point, അല്ലേ? 2 പോയിൻറ്റ്സ് ഗാൽവനോമീറ്ററിൻ്റെ 2 ടെർമിനൽസിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനലുള്ള പൊട്ടൻഷ്യലും മറ്റേ ടെർമിനലുള്ള പൊട്ടൻഷ്യലും സെയിം ആണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ടെർമിനലിലെ പൊട്ടൻഷ്യൽ എന്താണ്? ദാറ്റ് ഈസ് ദ EMF E1. ഈ ടെർമിനലിലെ പൊട്ടൻഷ്യൽ എന്താ? ഇറ്റ് ഈസ് ദ PD, കാരണം അത് പൊട്ടൻഷ്യോമീറ്റർ വയറുമായിട്ടാണ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് PD. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. ദാറ്റ് മീൻസ് ഓക്കെ, അതായത് ഗാൽവനോമീറ്റർ ജോക്കി നമ്മൾ ജെയിൽ വെച്ച് കഴിയുമ്പോൾ ഇഫ് ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ ദാറ്റ് മീൻസ് നോ കറണ്ട് ഇസ് പാസ് ടു ദ ഗാൽവനോമീറ്റർ, ഓർ ദ EMF E1 is balanced by the potential drop across AJ. E1 ഉള്ള EMF AJ അത്രയും ലെങ്ത്തിലെ വയറിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പുമായിട്ട് ബാലൻസ് ചെയ്തു. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി. എന്താണ് EMF എന്താണെന്നറിയാം, E1 ആണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് AJ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ തിയറിയിലേക്ക് കടക്കാം. So null point is obtained at J. Null point means 0 deflection. It is obtained at J. Balancing length L. ആ null point കിട്ടുന്ന ലെങ്തിനാണ് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുക. So AJ equal to L. Let
L be the balancing length. അപ്പോൾ galvanometer shows zero deflection for length AJ. ആ പോയിൻ്റ് ആ ലെങ്തിനാണ് ബാലൻസിങ് ലെങ്ത് എന്ന് പറയുക. ജെ എന്നുള്ള പോയിൻറ്റിനാണ് നൾ പോയിൻ്റ് അല്ലെങ്കിൽ ബാലൻസിങ് പോയിൻ്റ് എന്ന് പറയുക. സോ ദ പി ഡി അക്രോസ് എ ജെ ഇസ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, പി ഡി അക്രോസ് എ ജെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, അത്രയും ലെങ്തിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വി ഈക്വൽ ടു ഐ ആർ. അതിൽ ആർ എന്താണ്? ആർ ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് വയർ എ ജെ. ഓക്കെ, എ ജെ അത്രയും ലെങ്ത് എ ജെയുടെ റെസിസ്റ്റൻസ് ആണ് ആർ. വാട്ട് ഇസ് ആർ ഈക്വൽ ടു? ആർ സി എം ഇൻറ്റു എൽ. ആർ സി എം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. 1 സെൻറ്റിമീറ്റർ ലെങ്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് ആർ സി എം. അപ്പോൾ എൽ ലെങ്താണ് എ ജെക്കുള്ളത്. സോ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ സി എം ഇൻറ്റു എൽ. സോ വി ക്യാൻ റൈറ്റ് വി ഈക്വൽ ടു ഐ ആർ സി എം എൽ ഓർ വി പ്രപ്പോർഷണൽ ടു എൽ. ഓക്കെ, കാരണം ഐ കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റഡി കറണ്ടാണ് പാസ് ചെയ്യുന്നത്. ആർ സി എം കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ എടുത്തിട്ടുള്ളത് യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയറാണ്. സോ ആർ സി എം ഐയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് വി പ്രപ്പോർഷണൽ ടു എൽ. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അതെങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. So for a steady current passing through the potentiometer wire AB, the PD between any 2 points of the wire is proportional to length of wire. That is V proportional to L. This is the principle of potentiometer. Okay, that is if you are passing steady current through a potentiometer wire between any 2 points, the potential difference is proportional to length. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏതെങ്കിലും 2 പോയിൻറ്റിനിടയിൽ, അതായത് ഒരു സ്റ്റഡി കറണ്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കറണ്ട് പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ഏതെങ്കിലും 2 പോയിൻറ്റ്സിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ആ ലെങ്ത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, കാരണം നമുക്കറിയാലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആറാണ്. ഐ കോൺസ്റ്റൻ്റ് ആണ്. ആർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ലെങ്തിനെയും ഏരിയയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ആർ പ്രപ്പോർഷണൽ ടു എൽ ബൈ എ. സോ എയുടെ കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞല്ലോ. സോ എല്ലിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറിക്കൊണ്ടിരിക്കും. സോ വി പ്രപ്പോർഷണൽ ടു എൽ. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ പ്രിൻസിപ്പിൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.